പ്രധാനപ്പെട്ട മാധ്യമ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട ജൂറി ചെയർമാൻ ഹേമലത മാഡം നടത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രേംനസീർ മാധ്യമ രത്ന പുരസ്കാരം ശ്രീ എസ്.ആർ. ശക്തിധരന്. പ്രേംനസീർ ദൃശ്യ മാധ്യമ വനിതാ കർമ്മശ്രേഷ്ഠ പുരസ്കാരം എസ്. സുജയ പാർവതിക്ക് ലഭിച്ചിരിക്കുന്നു. സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രേംനസീർ മാധ്യമ പുരസ്കാരം എസ്. വി. രാജേഷിന് നൽകുന്നു. ബാക്കി അവാർഡുകൾ ശ്രീ ബാദുഷ പറയും. പ്രിയമുള്ളവരെ, 2025 ജനുവരി മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിലെ എൻട്രികൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ അവാർഡ് നിർണയം ജൂറി കമ്മിറ്റി നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 7 വർഷക്കാലവും ഇത്തരത്തിലുള്ള ജൂറി പ്രഖ്യാപനമാണ് മുൻപ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ആയിരുന്ന കെമാൽ പാഷ സാറായിരുന്നു മാധ്യമ പുരസ്കാരങ്ങൾ സമർപ്പിച്ചിരുന്നത്. ഈ വർഷം ആഗസ്റ്റ് 3-ാം തീയതി തിരുവനന്തപുരം തൈക്കാട് ഭാരത് ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ് പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്നത്. ഈ ചടങ്ങിൽ മുൻ എം പി ശ്രീ പന്ന്യൻ രവീന്ദ്ര സാർ അധ്യക്ഷത വഹിക്കുകയും മുൻ മീഡിയ അക്കാദമിയുടെ മുൻ ചെയർമാൻ ശ്രീ R.S. ബാബു സാർ മുഖ്യ പ്രഭാഷണം നടത്തുകയും അതോടൊപ്പം തന്നെ ജൂറി ചെയർമാനും 2 ജൂറി മെമ്പർമാരും അരീക്കൽ ആയുർവേദ ആശുപത്രിയുടെ MD ശ്രീ ഡോക്ടർ സ്മിത്ത് കുമാറും പ്രേംനസീർ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പനച്ചൂർ ഷാജഹാനും പരിപാടി സംബന്ധിക്കും. മറ്റ് അവാർഡുകൾ വിശദമായി പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 50 വർഷക്കാലത്തിലേറെയായി മാധ്യമ പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമാണ് ശ്രീ എസ്.ആർ. ശക്തിധരൻ. ദേശാഭിമാനി പത്രത്തിന്റെ റെസിഡന്റ് സെക്രട്ടറിയായും അതുപോലെ തന്നെ സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായും അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. ഒരുപാട് മാധ്യമങ്ങളിലൂടെ അറിയപ്പെടുന്ന എസ്.ആർ. ശക്തിധരൻ സാറിനാണ് ഈ വർഷത്തെ മാധ്യമരത്ന പുരസ്കാരം സമർപ്പിക്കുന്നത്. പ്രേംനസീർ ദൃശ്യ മാധ്യമ വനിതാ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നമുക്കറിയാം സുജയ പാർവതി ഇന്ന് ടിവിയിലെ ചീഫ് എഡിറ്ററാണ്. മറ്റ് ഒരുപാട് ചാനലുകളിൽ സുദീർഘമായ സേവനം ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് സുജയ പാർവതി. മുഖം നോക്കാതെ വാർത്തകൾ നൽകുവാനും അതുപോലെ തന്നെ മികച്ച അവതരണത്തിലും സുജയ പാർവതിയുടെ പ്രത്യേക കഴിവിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ദൃശ്യ മാധ്യമ വനിതാ കർമ്മശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിക്കുന്നത്. അതുപോലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രേംനസീർ മാധ്യമ പുരസ്കാരം കേരള കൗമുദിയുടെ അസോസിയേറ്റ് എസ്. വി. രാജേഷ് സാറാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ 40 വർഷക്കാലമായി കേരള കൗമുദി പത്രത്തിലും ഇപ്പോൾ കൗമുദി ചാനലിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും മികച്ച രീതിയിൽ അവതരണവും മറ്റു പ്രോഗ്രാമുകളും റിപ്പോർട്ടുകളും നൽകി ഈ രംഗത്ത് തെളിഞ്ഞു നിൽക്കുന്നതാണ് എസ്. വി. രാജേഷ്. അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ ഈ അവാർഡ് സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ വെച്ച് ഞങ്ങൾ 2 അവാർഡുകൾ കൂടി മറ്റു കൊടുക്കുന്നുണ്ട്. ഒന്ന് സാഹിത്യ പുരസ്കാരമാണ്. ഈ പുരസ്കാരം സ്വപ്ന കെ സുധാകരനും മറ്റൊന്ന് ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം തിരക്കഥാകൃത്തും സംവിധായകനും നടനും നിർമ്മാതാവുമായ ശ്രീ K.R. ഉണ്ണിക്കും സമർപ്പിക്കുന്നുണ്ട്. മറ്റ് അവാർഡുകൾ അച്ചടി മാധ്യമം മികച്ച ബിസിനസ് എഡിറ്റർ പി. കിഷോർ, ബിസിനസ് എഡിറ്റർ മലയാള മനോരമ കൊച്ചി. മികച്ച സ്പെഷ്യൽ സ്റ്റോറി റിപ്പോർട്ടർ A.P. ജിനൻ, റിപ്പോർട്ടർ കേരള കൗമുദി. മികച്ച സാമൂഹ്യ പ്രതിബദ്ധത റിപ്പോർട്ടർ ശിവ കൈലാസ്, റിപ്പോർട്ടർ കലാകൗമുദി. റിപ്പോർട്ട് നീതി തേടി മാതാപിതാക്കൾ. മികച്ച ന്യൂസ് ഫോട്ടോഗ്രാഫർ K.B. ജയചന്ദ്രൻ, ചീഫ് ഫോട്ടോഗ്രാഫർ മെട്രോ വാർത്ത തിരുവനന്തപുരം. ന്യൂസ് ചിത്രം ചില്ലിൽ വിരിഞ്ഞ നീലാകാശം. മികച്ച നിയമസഭാ അവലോകന റിപ്പോർട്ടർ K. അനസ്, ബ്യൂറോ ചീഫ് ചന്ദ്രിക തിരുവനന്തപുരം. മികച്ച അന്വേഷണാത്മക റിപ്പോർട്ടർ N.S. മോഹൻദാസ്, പ്രാദേശിക റിപ്പോർട്ടർ മാധ്യമം തിരുവനന്തപുരം. റിപ്പോർട്ട് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പകൽ വീടിന്റെ അവസ്ഥ. മികച്ച സാംസ്കാരിക റിപ്പോർട്ടർ S. മഞ്ജുളാദേവി, റിപ്പോർട്ടർ ദീപിക ആൻഡ് രാഷ്ട്രദീപിക തിരുവനന്തപുരം. റിപ്പോർട്ട് പെൺകരുത്തിന്റെ ശില്പി. മികച്ച ഓൺലൈൻ എന്റർടൈൻമെന്റ് റിപ്പോർട്ടർ V.V. അനൂപ്, റിപ്പോർട്ടർ ജന്മഭൂമി. റിപ്പോർട്ട് രാത്രി കോളേജിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകൻ. മികച്ച ഓൺലൈൻ റിപ്പോർട്ടർ D. അജിത് കുമാർ, ചീഫ് റിപ്പോർട്ടർ J.K. Sen. റിപ്പോർട്ട് പോലീസ് യൂണിഫോം സ്വകാര്യ സെക്യൂരിറ്റിയിലേക്ക് വന്ന വഴി. മികച്ച ഓൺലൈൻ പ്രാദേശിക റിപ്പോർട്ടർ കാലിദ് പോവൽ, ന്യൂസ് എഡിറ്റർ ജയനാഥൻ, കാസർഗോഡ്. റിപ്പോർട്ട് സ്ഥാനാർത്ഥികളെ വെള്ളം കുടിപ്പിച്ച പെൺകുട്ടി. മികച്ച പ്രാദേശിക റിപ്പോർട്ടർ
ദീപ സജീവ്, റിപ്പോർട്ടർ കേരള ന്യൂസ് മീഡിയ. മികച്ച യൂട്യൂബ് അവതാരകൻ ജോർജ് പുളിക്കൽ, അവതാരകൻ എൻ ക്രിസ്റ്റോ, യൂട്യൂബ് ചാനൽ ദൃശ്യമാധ്യമം. മികച്ച ന്യൂസ് ചാനൽ മീഡിയ വൺ. മികച്ച ന്യൂസ് റിപ്പോർട്ടർ കണ്ണൻ നായർ, സീനിയർ ചീഫ് റിപ്പോർട്ടർ മാതൃഭൂമി കൊല്ലം. റിപ്പോർട്ട് ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിലയിലെ തട്ടിപ്പ്. മികച്ച ന്യൂസ് അവതാരകൻ ഗോപി കിഷൻ, സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ 24 ന്യൂസ് ചാനൽ. മികച്ച അന്വേഷണ റിപ്പോർട്ടർ എ കെ സ്റ്റെഫിൻ, റിപ്പോർട്ടർ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം. റിപ്പോർട്ടർ ആനവണ്ടിയിലെ അഴിമതി. മികച്ച അഭിമുഖം അവതാരകൻ ദീപക് ധർമ്മടം, അസോസിയേറ്റ് എഡിറ്റർ 24 ന്യൂസ് ചാനൽ. മികച്ച പ്രോഗ്രാം അവതാരകൻ പി രാമകൃഷ്ണൻ, പ്രൊഡ്യൂസർ ആൻഡ് അവതാരകൻ SCB ന്യൂസ് തിരുവനന്തപുരം. പ്രോഗ്രാം കേരള ലൈഫ്. മികച്ച ന്യൂസ് ക്യാമറമാൻ എസ് റിയാസ്, സീനിയർ ക്യാമറമാൻ ജയ് ഹിന്ദ് TV. മികച്ച പ്രാദേശിക ന്യൂസ് ചാനൽ റിപ്പോർട്ടർ ഷിജു പടിഞ്ഞാറ്റിൻകര, ചീഫ് എഡിറ്റർ കൊട്ടാരക്കര വാർത്തകൾ. റിപ്പോർട്ട് രാത്രിയിൽ സുഖം തേടി വരുന്നവർ സൂക്ഷിക്കുക. ഇത്രയുമാണ് ഈ വർഷത്തെ പ്രേംനസീർ മാധ്യമ ദൃശ്യമാധ്യമ അവാർഡുകളുടെ ഡീറ്റെയിൽസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മാസം അടുത്ത ആഗസ്റ്റ് 3-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. വളരെ സുതാര്യമായ രീതിയിലാണ് ഈ വർഷവും ജൂറി കമ്മിറ്റി പുരസ്കാരം നമ്മൾ നടത്തിയിട്ടുണ്ട്. എൻട്രികൾ 80ഓളം എൻട്രികളാണ് ഈ വർഷം ജൂറിക്ക് മുമ്പാകെ എത്തിയത്. അതിൽ നിന്നുമാണ് വിശദമായ ചർച്ചകൾക്ക് ശേഷം ജൂറി കമ്മിറ്റി ഈ അവാർഡ് നിർണ്ണയം നടത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകരും കഴിഞ്ഞ കാലം അത്രയും പ്രേംനസീർ സുഹൃത്തുക്കളുടെ വിവിധ പ്രോഗ്രാമുകൾ നല്ല രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ പുരസ്കാര പ്രഖ്യാപനവും വളരെ നല്ല രീതിയിൽ പ്രസിദ്ധീകരിച്ച് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും അതുപോലെ തന്നെ 3-ാം തീയതി നടക്കുന്ന ഈ അവാർഡ് സമർപ്പണ ചടങ്ങിലേക്ക് പ്രിയപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ജൂറി കമ്മിറ്റിക്ക് വേണ്ടി 2 വാക്ക് ശ്രീ റോബിൻ സീവർ. പ്രിയമുള്ളവരെ,